ഞങ്ങൾക്ക് കേട്ടറിവുകൾ മാത്രമാണ്, സത്യമാണെന്ന് പറയണം. ഒന്ന് സീരിയലിൽ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റ് അവരുടെ കോസ്റ്റ്യൂമൊക്കെ അവർ സ്വന്തമായിട്ടുള്ള അവരുടെ കോസ്റ്റ്യൂമായിരുന്നു. അത് നമ്മൾ സീരിയലിൽ നമ്മളായിട്ട് തന്നെ പേയ്മെൻറ്റ് ചെയ്തിട്ട് നമ്മൾ വാങ്ങിച്ച് കൊണ്ടുവരുന്ന ഡ്രസ്സുകളാണ്. അത് സീരിയലിൽ ആരും തരില്ല. അപ്പോൾ നിങ്ങൾ ഓരോ ഇതിനും പുതിയ പുതിയ വാങ്ങിക്കും. ഇത് കിട്ടുന്ന വെച്ചിട്ട് പകുതി ചിലവാക്കേണ്ടി വരും. സീരിയലിൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ്. അതിൻ്റെ പൈസ കൊടുത്ത് വാങ്ങിക്കുന്നത് മാത്രമല്ല, ഇതിപ്പോൾ വാങ്ങിച്ചിട്ട് നമ്മൾ സ്റ്റോക്ക് ചെയ്ത അവസാനത്തെല്ലാം കഴിയുമ്പോൾ വീട്ടിൽ കൊണ്ടുപോകണ്ടേ, അതാണ് പ്രശ്നം. ഇപ്പം സച്ചി എന്ന് കേട്ട ആള് ഡബിൾ പോക്കറ്റ് ഷർട്ട് ഉപയോഗിക്കുന്നുണ്ടോ? ആൾ വന്ന അന്ന് മുതൽ ഇന്ന് വരെ ഡബിൾ പോക്കറ്റ് ഷർട്ട് ഉപയോഗിക്കും. ഏഷ്യാനെറ്റിലുള്ള ഒരു പ്രത്യേക നിർബന്ധമായിരുന്നു ആൾ ഡബിൾ പോക്കറ്റ് നിർബന്ധമായിട്ട് ധരിച്ചിരിക്കണം. അതത് പ്രത്യേകമായിട്ട് നോട്ടീസ് ചെയ്യുന്നൊരു കാര്യമായിരിക്കും എന്ന് പറഞ്ഞിട്ട് അത് അവർ നിർബന്ധിച്ചിട്ട് ഡബിൾ പോക്കറ്റ് ആക്കിയതാണ്. ഇത് മദ്യവെച്ച് അഭിനയിക്കാൻ വേണം, ഇത് പറ്റില്ല. എനിക്കത് കറക്റ്റ് ആ ഒരു വേവ് കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞു 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ മാറി അവിടെ നിന്ന്. ഞാൻ എണീറ്റങ്ങ് പോയി. ഷോട്ട് എന്നെ ആക്ഷൻ പറഞ്ഞിരിക്കുകയാണ്. എണീറ്റ് മാറി. ആൾക്കാരൊക്കെ ഞെട്ടി. ഇപ്പോൾ അച്ഛനാണെങ്കിലും മറ്റേ ആർട്ടിസ്റ്റാണെങ്കിലും ഞെട്ടി. അപ്പോൾ ഡോർ പറഞ്ഞ് ഞാൻ റൂമിൽ പോയി ഒരു 10 മിനിറ്റ് അവിടെ ഇരുന്നു. ഞാൻ അവിടെ പോയി ഇരിക്കലും പ്രൊഡ്യൂസർ വന്നിട്ട് എന്ത് പറ്റി എന്ന് പറഞ്ഞാൽ തോളൊരു തട്ടിയുള്ളൂ. ഞാൻ ടോട്ടലി പൊട്ടിയും കരഞ്ഞു. എനിക്ക് എന്താ പറയുക, കുറേയൊക്കെ എനിക്ക് വേണ്ടി എഴുതി വെച്ചതാണോ ചെമ്പനി പൂവ് എന്ന് എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്. പലപ്പോഴും അമ്മ പറയാറുണ്ട്, ഈ ചെമ്പനി പോലെ പല കാര്യങ്ങളിലും നീ അവിടെ ചെയ്യുന്ന കാര്യങ്ങളും നീ അഭിനയിക്കേണ്ട മോനെ, മതി. കാരണം കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് റിലേറ്റബിളാണ്. ഞാൻ വന്ന് ജോയിൻ ചെയ്ത് ടാക്സി ഡ്രൈവറാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചിന്തിക്കുന്നതാ, ഈശ്വര ഞാനിപ്പോഴേ ചെയ്തുകൊണ്ടിരുന്ന ഈ ജോലി ആയിരുന്നല്ലോ, എനിക്ക് എൻ്റെ ഡേ ലൈഫ് ഒരു ബുദ്ധിമുട്ടില്ലാതെ നിന്ന് പോകാതെ പോകണമെങ്കിൽ എന്നാൽ ഇത് ഞാൻ എടുത്തൊരു ജോലി ഇതായിരുന്നല്ലോ, ഇത് തന്നെ എനിക്ക് ലൈഫിലും വന്നു. ഓൾമോസ്റ്റ് എല്ലാവരോടും ഞാൻ ഭയങ്കര കമ്പനിയാണ്. പക്ഷേ ഒരു പൊടിക്ക് ഞാൻ എടാ പോടാ കളിക്കുന്നത് അതിലെൻ്റെ അച്ഛനോട് തന്നെയാണ്. അച്ഛൻ എന്ന് പറയാൻ പറ്റില്ല. അച്ഛൻ, ആനന്ദേട്ടൻ, മുന്ന, എൻ്റെ ബ്രദേഴ്സ്, അതുപോലെ തന്നെ അഞ്ജലി, റബേക്ക, ഇതൊക്കെ നല്ല കമ്പനി. ഞങ്ങൾ എടാ പോടാ എന്താ പറയുക, അങ്ങനെയാണ്. ലൈഫിൽ കുറേ കാര്യങ്ങൾ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിലും പക്ഷേ ഇങ്ങനത്തെ എൻ്റെ പേഴ്സണൽ ലൈഫിൽ എനിക്ക് അച്ഛൻ, അമ്മ, ചേട്ടമ്മ എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടെങ്കിലും പക്ഷെ ഞാനെന്ന് പറയുന്ന ഒരു പേഴ്സണിൽ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കുറേ കാര്യങ്ങളിൽ ഒറ്റയ്ക്കായി പോകുന്ന കുറേ ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും എൻ്റെ വീട്ടുകാരറിയാത്ത പല ബുദ്ധിമുട്ട് വന്ന സിറ്റുവേഷൻസ് ഉണ്ട്. എൻ്റെ ഫാമിലി പലരും ചോദിക്കും, നിനക്ക് ഇത്രയും വലിയ ലൈഫും കാര്യങ്ങളും എൻ്റെ വീട്ടുകാരും ഒക്കെ ഇല്ല, നിനക്ക് ഫുഡ് കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ വരിക നിനക്കോ? ഷെയ്ൻ നിഗം പോലീസ് ഓഫീസറായിട്ടുള്ള ഒരു പടമായിരുന്നു. അതിൽ ഷൈം ടോൺ ചാക്കോ ഒക്കെ ഉണ്ട്. സിദ്ദിഖ് സാർ അതിൻ്റെ മെയിൻ ലീഡ്. അത് ഔട്ട് വരുമ്പം അതില്ല. നമ്മൾ അത്രയും ക്യൂരിയോസിറ്റി 10 പേരെ പറഞ്ഞിട്ട് നിൽക്കുക, കയറിക്കോ തിയേറ്റർ കയറിക്കോ, നമ്മളെ സീൻ വരും ഇന്ന സമയത്ത് ഇന്ന സീനുണ്ട്, നല്ല സീനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇല്ല, അത് കുറേ ആൾക്കാർക്ക് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ഷൂട്ട് ഓക്കെയാണ്, നീ നല്ല ഒരു ഹീറോ ആയിട്ട് മലയാള ഒരു സിനിമ, തമിഴ് ക്രൂ ആയിരുന്നു, സെലക്ട് ചെയ്തു, എല്ലാം കഴിഞ്ഞു, പൂജയൊക്കെ കഴിഞ്ഞു, ഭയങ്കര ആഡംബരമായിട്ടുള്ള പൂജയൊക്കെ നടത്തി. അത് പിന്നെ ഷൂട്ട് നടന്നു, നമ്മളെ വിളിച്ചില്ല. ഇനിയിപ്പോൾ നായകനായിട്ട് കയറാമല്ലോ, തമിഴെങ്കിൽ തമിഴ് എന്ന രീതിയിൽ നിൽക്കുമ്പോൾ 10 ദിവസം കഴിഞ്ഞിട്ടും ഷൂട്ട് നടക്കില്ല. പിന്നെ കുറേ കഴിയുമ്പോൾ ആ ഡയറക്ടറിനെ വിളിച്ച് ചോദിക്കുക, നീ ഇങ്ങനെ പേയ്മെൻറ്റ് തരുവാണെങ്കിൽ നിനക്കതിൽ നീ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ നിനക്കത് ചെയ്യാം, നമുക്ക് ആ പ്രൊജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു. ഞാൻ വിചാരിച്ചു എനിക്കുള്ള ടൈം വരും, ഒരു ദിവസം നിനക്കത് കിട്ടും. അത് എത്ര വെയിറ്റ് ചെയ്താലും, പണ്ട് ടോവിച്ചേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, 1 വർഷമോ 10 വർഷമോ കുറേ വർഷം എടുത്താലും വരും, ഒരു ദിവസം വന്നിരിക്കുക. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ കഥാപാത്രം ഇപ്പൊ 3 ചേട്ടന്മാരാണ്, 3 ആൺകുട്ടികളാണ് ഈ സീരിയലിൽ, 3 പേരാണ്. ആൻഡ് ക്യാരക്ടറായിട്ട് കുറച്ചൊക്കെ ബന്ധമുണ്ട്, എന്നാൽ കുറച്ചൊക്കെ ബന്ധമില്ല. ഈ കുറച്ചൊക്കെ ബന്ധമില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാ ഈ ക്യാരക്ടറായിട്ട്? ഒരിക്കലും ഈ അരുൺ സച്ചി പോലെ അല്ല. ബന്ധമില്ലാത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു ഷോർട്ട് ടെമ്പേർഡ് ഒരാളാണ്, പക്ഷെ കംപ്ലീറ്റ്ലി ഇങ്ങനെ എടുത്തു തെറിക്കുന്ന ഒരാളല്ല. പക്ഷെ നോക്കി അതിന് വേണ്ട കാമായിട്ട് കുറച്ച് ടൈം എടുക്കും. ഇത് അങ്ങനെയല്ല, ഇത് എടുത്തങ്ങേറി. അപ്പൊ ഒരു എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പം ആൾക്കാരെന്നെ പറയും, സച്ചി വന്നില്ലല്ലോ. സച്ചി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവന് കിട്ടേണ്ടത് കിട്ടും. ഒരു എല്ലാവരും പറയുന്ന നോർമൽ കമന്റ്സ് ആണ്. അത്രയും ദേഷ്യക്കാരനല്ല, എന്നാലും ദേഷ്യമൊക്കെ ഉണ്ട്, എല്ലാ ഗോബീസിലും ഉണ്ടാവും. സച്ചിയായിട്ട് എനിക്ക് കൂടുതൽ എനിക്ക് ഫീൽ ആയത്, സച്ചിയുടെ ലൈഫ് സ്റ്റൈലുകൾ എന്തുണ്ടെങ്കിലും വെട്ടി തുറന്ന് പറയും, പിന്നെ കൈയുള്ള പോലെ ജീവിക്കുള്ളൂ.
ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും അതുപോലെ തന്നെ ഫാമിലി ആയിട്ടുള്ള ഇമ്പോർട്ടൻസ്, ഈ മൂന്ന് കാര്യങ്ങളൊക്കെയാണ് സച്ചി ഞാൻ തമ്മിലുള്ള മോസ്റ്റ് ആയിട്ടുള്ളൊരു ബന്ധം. എന്ത് ഞാൻ വെട്ടി തുറന്ന് പറയും. പക്ഷെ ആ ഒരു സ്റ്റാൻഡ്, എന്തിനും യെസ് നോ പറയാനുള്ള ഒരു സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് ലൈഫിൽ എവിടെ എത്താൻ പറ്റും. ഇപ്പം എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരാളാണെങ്കിൽ നമ്മളതായ ഒരു വഴി വെട്ടാൻ നമുക്ക് പറ്റില്ല. ആരെങ്കിലുമൊക്കെ നടന്നിരുന്ന വഴിയിൽ കൂടെ നമ്മൾ ചുമ്മാ പോകാനേ പറ്റുള്ളൂ. ഈ ചെമ്പനി പൂവില് ഏറ്റവും കൂടുതൽ കണക്ഷൻ അല്ലെങ്കിൽ കമ്പനി ഉള്ളത് ആരാ? ഏറ്റവും കൂടുതൽ കോൺടാക്ട് ഒക്കെ കീപ്പ് ചെയ്യണം, ഏറ്റവും കൂടുതൽ ഫ്രണ്ട്ലി ആരോടായിട്ടാ? അതിന് വെച്ചാൽ അതിൽ ഓൾമോസ്റ്റ് എല്ലാവരോടും ഞാൻ ഭയങ്കര കമ്പനിയാണ്. ഇപ്പം ഒരാളെ പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റാൾക്ക് ഭയങ്കര സങ്കടം. അങ്ങനെ പറയാനില്ല, ഓൾമോസ്റ്റ് എല്ലാവരോടും ഞാൻ ഭയങ്കര കമ്പനിയാണ്. പക്ഷേ ഒരു പൊടിക്ക് ഞാൻ എടാ പോളാ കളിക്കുന്നത് അതിലെന്റെ അച്ഛനോട് തന്നെയാണ്. ശരിക്കും ഓക്കെ. അതാണ് അതിൽ ആ ഒരു ഫ്രീ, എനിക്ക് അഭിനയിക്കാനും കൂടുതൽ കംഫർട്ടബിൾ ആണ്. അല്ലാതെ ഇപ്പോൾ ഓഫ് സ്ക്രീൻ ആണെങ്കിൽ പോലും ഞങ്ങൾ ഭയങ്കര നല്ല ബോണ്ടാണ്. ഇപ്പം അച്ഛൻ എന്ന് പറയാൻ പറ്റില്ല, അച്ഛൻ, ആനന്ദേട്ടൻ, മുന്ന, എൻ്റെ ബ്രദേഴ്സ്, അതുപോലെ തന്നെ അഞ്ജലി, ഇപ്പം റബേക്ക, ഇതൊക്കെ നല്ല കമ്പനി. ഞങ്ങൾ എടാ പോടാ എന്താ പറയുക, അങ്ങനെയാണ് ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ഫാമിലിയായി മാറിക്കഴിഞ്ഞു. ഒരാളെ പേര് പറയാന്ന് പറഞ്ഞാൽ എനിക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ റിയ, എൻ്റെ അമ്മയെ ചെയ്യുന്ന ആള് മലയാളിയല്ല ആക്ച്വലി. അപ്പം പുള്ളിക്കാരത്തി ഈ ഡയലോഗ്സ് പറയുമ്പം എന്തെങ്കിലും പറഞ്ഞ വേർഡ് മാറി വേറെ എന്തെങ്കിലുമൊക്കെ ഒരു ഫണ്ണായിട്ടൊക്കെ എലമെന്റ്സ് ഒക്കെ കിട്ടും. അപ്പം ഞങ്ങളത് കൂടുതൽ കളിയാക്കും. അപ്പൊ പുള്ളിക്കാരത്തി എൻജോയ്ഡ് ആണ്. ഒരമ്മ മകൻ എന്നൊരു ഫീൽ അല്ല ഞങ്ങൾ തമ്മിൽ. അവിടെ അത്രയും ഡീപ്പായിട്ടുള്ള ഒരു ഫ്രണ്ട് എങ്ങനെയാണോ അതാ ഞാനും റിയ ആയിട്ടുള്ളത്. ഞാനിപ്പോൾ റിയ എന്ന് വിളിക്കുന്നപ്പോൾ എന്നെക്കാട്ടും ഒരു 10-20 വയസ്സ് കൂടുതൽ ഉണ്ടാവും, ഉറപ്പായിട്ടുണ്ടാവും. പക്ഷെ പുള്ളിക്കാരത്തേക്ക് ഇഷ്ടം റിയ സ്വന്തം പേരെടുത്ത് വിളിക്കുന്ന ഇഷ്ടം. അമ്മ അല്ലെങ്കിൽ ആന്റി അങ്ങനെ വിളിക്കുന്ന ഇഷ്ടമല്ല. അത് ആരാണ് ചെറിയ മക്കളെ വിളിക്കാൻ പോലും വിളിച്ചാൽ മതി അങ്ങനെ പറയുള്ളൂ. ശരിയാ. അത് നമ്മുടെ റീൽസ് ഞങ്ങൾ കാണാറുണ്ട്, വീഡിയോസ് കാണാറുണ്ട്. ഇപ്പം ഒരു സീരിയൽ തുടങ്ങുന്നു, അതിലെ കപ്പിൾ ആൻഡ് കോംബോ ഭയങ്കരമായിട്ട് വർക്ക് ആവുന്നു, അതിലൊരാൾ പോകുന്നു, വീണ്ടും അടുത്ത ആള് വരുമ്പോ തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച്, പക്ഷെ അതും ആളുകളെ ഏറ്റെടുത്തു. അത് ചുരുങ്ങിയ ടൈമില് ആളത് ആ ഒരു ആൾക്കാരിലേക്ക് മിങ്കിളായി വന്നു ഞാൻ പറയുള്ളൂ. ഇപ്പം ഞാനിപ്പോ മുമ്പത്തെ ആർട്ടിസ്റ്റ് ഇപ്പൊ പ്രിയ ഉണ്ടാക്കി വെച്ച ഒരു പേര് വെച്ചാൽ ആ ഒരു സീരിയലിലെ ചെമ്മനെ പോലെ സച്ചി രേവതി എന്ന് പറയുന്ന ആ ഒരു ഹെവി ആയിട്ടുള്ള ഒരു ആൾക്കാർ കൺസെപ്റ്റ് ഉണ്ട്. അതിലേക്ക് വേറൊരു ആർട്ടിസ്റ്റ്, ഇപ്പോൾ റബേക്ക എന്നല്ല, ഏതൊരു ആർട്ടിസ്റ്റ് വന്നാലും അതിലേക്ക് എത്തിക്കണം. ഇപ്പോൾ പെട്ടെന്നൊരു ഞാനാണെങ്കിൽ പോലും ഇപ്പോൾ ഞാൻ വേറെ സീരിയൽ ചെയ്തിട്ട് സച്ചിയിലേക്ക് വരുമ്പോൾ എനിക്ക് അതിലേക്ക് ചിലപ്പം കണക്ഷനായി കിട്ടാൻ ജെല്ലാകാൻ കുറച്ച് ടൈം എടുക്കും. പക്ഷെ പുള്ളിക്കാരത്തി അത് ഫസ്റ്റ് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ആള് യെസ് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പുള്ളിക്കാരത്തി നിന്നു, ഞങ്ങളെല്ലാവരും കൂടെ നിന്നു, അവളത് ചെയ്യുകയും ചെയ്തു. ഇപ്പം ആൾക്കാർ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അവളെ തന്നെയാണ്. ഇപ്പൊ സീരിയൽസിനെ കുറിച്ച് നമുക്കൊരു മിത്തുകളുണ്ട്. അതായത് ഞങ്ങൾക്ക് കേട്ടറിവുകൾ മാത്രമാണ്, സത്യമാണെന്ന് പറയണം. ഒന്ന്, സീരിയലിൽ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റ് അവരുടെ കോസ്റ്റ്യൂം ഒക്കെ അവര് സ്വന്തമായിട്ടുള്ള അവരുടെ കോസ്റ്റ്യൂം ആയിരുന്നു. ശരിയാണ്. നമ്മൾ സീരിയലിന് നമ്മളായിട്ട് തന്നെ പേയ്മെന്റ് ചെയ്തിട്ട് നമ്മൾ വാങ്ങിച്ചു കൊണ്ടുവരുന്ന ഡ്രസ്സുകളാണ്. അത് സീരിയലിൽ ആരും തരില്ല. അപ്പൊ നിങ്ങൾ ഓരോന്നിനും പുതിയ വാങ്ങിക്കും. ഇത് കിട്ടുന്ന പൈസയിൽ പകുതി ചെലവാക്കേണ്ടി വരും. സീരിയലിൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ്. അതിൽ പൈസ കൊടുത്ത് വാങ്ങിക്കുന്നത് മാത്രമല്ല, ഇതിപ്പോ വാങ്ങിച്ചിട്ട് നമ്മൾ സ്റ്റോക്ക് ചെയ്ത് നമ്മൾ അവസാനത്തെല്ലാം കഴിയുമ്പോൾ വീട്ടിൽ കൊണ്ടുപോകണ്ടേ, അതാണ് പ്രശ്നം. നമുക്ക് നോർമലി ഒരു ബുദ്ധിമുട്ടില്ലാതെ ഇതൊരു പേയ്മെന്റ് നമ്മൾ സീരിയൽ തരുന്നുണ്ട്. അപ്പം അതിൽ ഡ്രസ്സുകളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല. ഇതിങ്ങനെ വീട്ടിൽ ഷെൽഫിൽ ചുമ്മാ അങ്ങനെ അടുക്കി വെച്ചേക്കണം. പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലും കാര്യത്തിനോ അല്ലെങ്കിൽ നമ്മൾ വേറെ കൊടുത്ത് ഒഴിവാക്കണം. അല്ല, വേറെ നമ്മൾ സീരിയൽ വരുവാണെങ്കിൽ അത് നമുക്ക് ഇടാൻ പറ്റില്ലായിരിക്കും. ആളുകൾ ചിലപ്പോൾ ഇടുന്നവരുണ്ട്, ഇല്ലാന്ന് പറയാം. ഞാൻ കുറെ ആൾക്കാരെ കണ്ടിട്ടുണ്ട് ഇടുന്നവരെന്ന് പറഞ്ഞാൽ കൂടുതലും ലേഡീസിനാണ് ഞാൻ കുറെ കണ്ടിട്ടുണ്ട്. ഇപ്പം മറ്റു സീരിയലിൽ വർക്ക് ചെയ്ത ആൾക്കാർ കുറെ, കാരണം അത്രയും സാരികൾ ഉപയോഗിച്ച ആൾക്കാരുണ്ടാവും. അപ്പം അത്രയും സാരികൾ ഉണ്ടാവും. പിന്നെയും ഒരു സാരി വാങ്ങിച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ അവർക്കും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ചിലപ്പോൾ ഒരു ഷെഡ്യൂളൊക്കെ 1-2 വട്ടമൊക്കെ ഇട്ടിട്ടുണ്ടാവുള്ളൂ. അത് ചുമ്മാ ഒരു മാറ്റി വെക്കുക എന്ന് പറഞ്ഞാൽ അവരും ചിന്തിക്കുക. കാരണം അത്രയും പൈസ കൊടുത്ത് വാങ്ങിച്ചു വെക്കുന്ന ഐറ്റംസ് അല്ലേ. അപ്പം സച്ചി എന്ന് കേട്ട ആള് ഡബിൾ പോക്കറ്റ് ഷർട്ട് ഉപയോഗിക്കുള്ളൂ. ആള് വന്ന അന്ന് മുതൽ ഇന്ന് വരെ ഡബിൾ പോക്കറ്റ് ഷർട്ട് ഉപയോഗിക്കും. അപ്പം ആ ഒരു പേരിൽ ലാബിൽ വന്നു കഴിഞ്ഞു സച്ചി ഡബിൾ പോക്കറ്റ് ഷർട്ട്. അത് ഓൾറെഡി ക്യാരക്ടറിൽ തന്നെ ഉള്ളതായിരുന്നു. അത് അങ്ങനെ തന്നെ ഓൾറെഡി ഡയറക്ടർ ബ്രില്യൻസ്. അത് ആക്ച്വലി ഡയറക്ടർ എനിക്ക് എൻ്റെ അറിവിൽ ഡയറക്ടർ അല്ല, ഏഷ്യാനെറ്റിലുള്ള ഒരു പ്രത്യേക നിർബന്ധമായിരുന്നു ആള്
ഡബിൾ പോക്കറ്റ് നിർബന്ധമായിട്ട് ധരിച്ചിരിക്കണം. അതൊരു പ്രത്യേകമായിട്ട് നോട്ടീസ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും എന്ന് പറഞ്ഞിട്ട് അത് അവർ നിർബന്ധിച്ചിട്ട് ഡബിൾ പോക്കറ്റ് ആക്കിയതാണ്. അപ്പം അതിനുശേഷം ഈ പറഞ്ഞ ഡബിൾ പോക്കറ്റ് ഞാൻ ഇതിനു വേണ്ടി തപ്പി നടക്കും. പല സ്ഥലങ്ങളിലും ഞാൻ പല സ്ഥലം ട്രിപ്പൊക്കെ പോകുന്ന സമയത്ത് ഞാൻ ചെക്ക് ചെയ്യും, ഇവിടെ ഉണ്ടോ ഡബിൾ പോക്കറ്റ് ഉണ്ടാവോ കിട്ടുമോ. പിന്നെ കുറെയൊക്കെ ഞാൻ സ്റ്റുഡിയോയിലാണ് അഡ്ജസ്റ്റ് ചെയ്യാറ്. സ്റ്റുഡിയോയിൽ ഡബിൾ പോക്കറ്റ്സ് കിട്ടും. കുറെയൊക്കെ അവിടെ നിന്ന് ഞാൻ അതിന്റെ ഒരു അംബാസിഡർ എന്ന് വേണേൽ പറയാം. എല്ലാ കളക്ഷൻസും എന്റെ കയ്യിലുണ്ട് സ്റ്റുഡിയോന്റെ. അത് ഏഷ്യാനിൽ നിർബന്ധമായിരുന്നു ഡബിൾ പോക്കറ്റ് വേണമെന്നുള്ളത്. നമുക്കതൊരു എപ്പിസോഡാക്കി, ഡബിൾ പോക്കറ്റ് സച്ചിചേട്ടന് ഡബിൾ പോക്കറ്റ് ഷർട്ട് എന്ന് പറഞ്ഞിട്ട്. അതാണ്. അതുപോലെ സച്ചിചേട്ടന് ഇഷ്ടപ്പെടുന്ന ഒത്തിരി പ്രേക്ഷകരുണ്ട്. അവരിപ്പോ കാത്തിരിക്കാൻ ഞങ്ങളെ കുറിച്ച് എന്ത് പറയും, ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മളെ ഈ പറഞ്ഞ നമ്മുടെ പെർഫോമൻസ് കണ്ട ആളുകൾ ഇഷ്ടപ്പെടുക, ഈ ക്യാരക്ടർ ഇഷ്ടപ്പെടുന്ന തോറാണ് സീരിയൽ അത് വിജയിച്ചു പോകുന്നത്. എനിക്ക് ഏഷ്യാനിൽ തന്നെ ഒത്തിരി നായകന്മാർ വന്നിട്ടുണ്ടെങ്കിലും ഇത്രയധികം ഇമ്പാക്ട് ഉള്ള ഒരു നായകൻ വന്നിട്ടില്ല. അത്രയധികം ആളുകളുടെ ഇഷ്ടവും സ്നേഹമൊക്കെയാണ് ശരിക്കും രണ്ട് കൈ തൊട്ട് സ്വീകരിക്കുന്നത്. അപ്പൊ അവരോട് എന്താ പറയാനുള്ളത്? അവരോടൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരുപാട് നന്ദി. കാര്യം ഞാൻ ഒരു നായകനായിട്ട് മിനി സ്ക്രീനിൽ പുതുതായിട്ട് വന്ന ഒരാളാണ്. അപ്പം എന്നെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച ആൾക്കാരോട് ആദ്യം തന്നെ ഒരുപാട് നന്ദി പറയുന്നു. കാര്യം ഞാൻ തുടക്കത്തിൽ വന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഫസ്റ്റ് തുടക്കം വന്ന സീൻ എന്ന് പറഞ്ഞാൽ ഫൈറ്റ് സീനായിരുന്നു. ആ ഫൈറ്റ് സീൻ കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലോട്ട് വന്നു. വീട്ടിൽ ഭയങ്കര എന്താ പറയുക, അമ്മയ്ക്ക് എന്നെ ഇഷ്ടമില്ലാത്തൊരു എന്നെ ഇഷ്ടമല്ലല്ലോ അമ്മയ്ക്ക്. അപ്പം വീട്ടിൽ കള്ളും കുടിച്ച് വരുന്ന ഒരു തെമ്മാടിയായ ഒരു വ്യക്തിയാണ് ഞാൻ, ഭയങ്കര തെമ്മാടിയായ വ്യക്തിയാണ്. അപ്പം അമ്മയ്ക്ക് എന്നെ ഇഷ്ടമല്ല, എന്നെ ആകെ താങ്ങി നിർത്തുന്ന അച്ഛൻ മാത്രമാണ്. അപ്പം ഞാനിത് കള്ളും കുടിച്ച് വന്ന് ഇവരുടെ മുമ്പിൽ ഇങ്ങനെ സംസാരിക്കണം. അപ്പോൾ ഫസ്റ്റ് കിട്ടുന്നത് ഞാൻ കള്ളു കുടിച്ച് അഭിനയിച്ചിട്ടേ ഒന്നും ചെയ്തിട്ടില്ല. അപ്പം അന്ന് മഞ്ജു സാറായിരുന്നു ഡയറക്ടർ. സാർ ചെയ്യാൻ പറഞ്ഞു, ഞങ്ങൾ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എനിക്കിത് പറ്റുന്നില്ല, ഞാൻ ഓക്കെ അല്ല, ചെയ്യുന്നുണ്ട്, പക്ഷെ അതിൻ്റെ 100% എനിക്ക് കൊടുത്തില്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഓക്കെ അല്ല ആ കാര്യത്തിൽ. ഏത് സീനാണെങ്കിലും എനിക്കത് ഇമ്പാക്റ്റ് കറക്റ്റ് കൊടുത്താലേ ഞാൻ ഓക്കെ ആവുള്ളൂ. അപ്പോൾ അന്ന് എനിക്ക് സ്റ്റാർട്ടിങ് കൊണ്ട് എനിക്ക് അപ്പോൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കുറേ സജഷൻസ് കേൾക്കുന്നു. അച്ഛൻ, അമ്മ, ഏട്ടന്മാർ, എല്ലാ ആക്ടേഴ്സ്, അന്ന് പ്രൊഡ്യൂസറുണ്ട്, ഇവരൊക്കെ ഇങ്ങനെ പറയുന്നു. അപ്പോൾ എനിക്ക് ടോട്ടലി എൻ്റെ കയ്യിൽ നിന്ന് പോയി. എനിക്ക് മദ്യപിച്ച് അഭിനയിക്കാൻ വേണം, ഇത് പറ്റില്ല, എനിക്കത് കറക്റ്റ് ഒരു വേവ് കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ ടോട്ടലി ഫ്രസ്ട്രേറ്റഡായി, ടെമ്പറായി. ഞാൻ പറഞ്ഞു 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ മാറി അവിടെ നിന്ന്. ഞാൻ എനിക്കങ്ങ് പോയി. ഷോട്ട് പിന്നെ ആക്ഷൻ പറഞ്ഞിരിക്കുക, എനിക്ക് മാറി. ആൾക്കാരൊക്കെ ഞെട്ടി. ഇപ്പോൾ അച്ഛനാണെങ്കിലും മറ്റേ ആർട്ടിസ്റ്റാണെങ്കിലും ഞെട്ടി. അപ്പോൾ ഡോർ തുറന്ന് ഞാൻ റൂം പോയി ഒരു 10 മിനിറ്റ് അവിടെ ഇരുന്നു. ഞാൻ അവിടെ പോയി ഇരിക്കലും പ്രൊഡ്യൂസർ വന്നിട്ട് എന്ത് പറ്റി എന്ന് പറഞ്ഞാൽ തോളൊരു തട്ടിയുള്ളൂ. ഞാൻ ടോട്ടലി പൊട്ടിയും കരഞ്ഞു. എനിക്ക് പറ്റില്ല ചെയ്യാൻ, കാരണം എനിക്കെൻ്റെ ഔട്ട് കിട്ടുന്നില്ല. അപ്പം ആ ഒരു സീൻ, അതായത് കള്ളു കുടിക്കുന്ന സീൻ, അതിനുശേഷം എനിക്ക് ഒരു 100-200 എപ്പിസോഡ് ടൈമിൽ വരെ, അപാട് കിട്ടുന്ന ടൈം വരെ അങ്ങനത്തെ കുറേ സീക്വൻസ് ഉണ്ട്. കള്ളു കുടിച്ചുള്ള ഭയങ്കരമായിട്ട് ചെയ്യുന്നൊരു സീനാണ്. ആൾക്കാർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സീൻ എന്ന് പറഞ്ഞാൽ കള്ളു കുടിക്കുന്ന സീനാണ്. കള്ളു കുടിച്ച് വന്ന് ആക്ട് ചെയ്തിട്ടുള്ള സീക്വൻസ് ആണ്. പലരും വിളിച്ച് പറഞ്ഞു, കള്ളു കുടിച്ചുള്ള സീൻ എന്ന് പറഞ്ഞാൽ ഒറിജിനാലിറ്റി ഫീൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുള്ള ആർട്ടിഫിഷ്യൽ ഫീൽ ചെയ്യും. അപ്പം എനിക്ക് കിട്ടിയ കൂടുതൽ പ്രശംസ അതിന് വേണ്ടിയിട്ട്. അത് ഞാൻ പറഞ്ഞു, എനിക്കിങ്ങനെ ഇതിൻ്റെ പുറകിൽ ഇങ്ങനെ സംഭവമുണ്ട്, എനിക്ക് ചെയ്യാൻ പറ്റാതെ എനിക്ക് ഓക്കെ അല്ലാണ്ട് ഞാൻ മാറി നിന്ന് കരഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിന് ബിഫോർ ഇങ്ങനെ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ഞാൻ ബുദ്ധിമുട്ടി, എനിക്ക് ചെയ്യാൻ പറ്റാണ്ട് ഞാൻ കരഞ്ഞു നിന്നൊരു ടൈമൊക്കെ ഉണ്ട്. പുള്ളി എന്നോട് വന്നൊരു ദിവസം പറഞ്ഞു, നീ അന്ന് പറഞ്ഞ വാക്ക് നീ പാലിച്ചടാ, നീ കംപ്ലീറ്റ് ആയി ചെയ്ത് കഴിഞ്ഞു, നീ ഒരു ആക്ടർ വേണ്ട എല്ലാ ഒരു സാധനവും നിനക്കുണ്ട്, നീ നോക്കി ഒരു ദിവസം അത്രയും വലിയ അറിയപ്പെടുന്നതായി മാറിക്കഴിയും. ആ ഒരു വിശ്വാസം പുള്ളിക്ക് പിന്നെ എന്നിലുണ്ടായി. ആദ്യം ഞാൻ തുടക്കുന്ന സമയത്ത് പറഞ്ഞില്ല, എന്നെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. പിന്നെ പുള്ളിക്ക് അത് ഉറപ്പ് കിട്ടി. പിന്നെ പുള്ളി അത്രയും കംഫർട്ടബിൾ ആയിരുന്നു, എന്നെ അങ്ങ് വിട്ടു. ഈ നമ്മൾ അഭിനയിക്കുന്ന ക്യാരക്ടറെ നമ്മുടെ കയ്യിൽ നിന്ന് പോകുക എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അതായത് കുറച്ച് പ്രയാസം. നമ്മളൊരു ക്യാരക്ടറിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ക്യാരക്ടറിന് തിരിച്ച് നമ്മുടെ റിയൽ ക്യാരക്ടറിൽ എത്താൻ കുറച്ച് പേർക്ക് പറ്റാറില്ല. അങ്ങനെ പറ്റിയ എന്തെങ്കിലും അവസ്ഥ ഉണ്ടോ? കാരണം നമ്മൾ ചെയ്യാത്ത കുറെ ഷൗട്ടായിട്ട് സംസാരിക്കണം, ഇമോഷൻ കൈകാര്യം ചെയ്യണം, കുടിച്ചഭിനയിക്കണം എന്നൊക്കെ പറയുമ്പോഴേ നമ്മൾ ആ ക്യാരക്ടറായിട്ട് മാറുക. അത് ഇവിടെ ഈ ദേഷ്യം എന്ന് പറഞ്ഞ സംഭവം ഞാൻ ഇതിൽ ചെയ്തു തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, ഈ സച്ചി എന്ന് പറഞ്ഞ ക്യാരക്ടറിൽ ദേഷ്യം നന്നായിട്ടുണ്ടല്ലോ. അപ്പം കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ ആൾക്കാരോട് സംസാരിക്കുമ്പോൾ
ഈ എടുത്തടിച്ച് സംസാരിക്കുന്ന സ്വഭാവം എനിക്ക് ഓൾറെഡി ഉണ്ട്. പക്ഷെ അത് ഈ സച്ചി എന്ന് പറഞ്ഞ ക്യാരക്ടർ കൂടെ വന്നപ്പോൾ കുറച്ച് ഞാൻ കൂടിയോ എന്ന് എനിക്ക് സംടൈംസ് എനിക്ക് തോന്നിയിട്ടുണ്ട്. മുന്നും പിന്നും നോക്കാൻ സംസാരിക്കും. പക്ഷെ അത് ഒരാളെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒന്നുമല്ല, സത്യമായ കാര്യങ്ങളായിരിക്കും. അതെനിക്ക് അങ്ങനെ കുറച്ച് ഒന്ന് രണ്ട് വട്ടം അതിൻ്റെ ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. പല വേരിയേഷനിലെ എല്ലാ നമ്മുടെ ഇമോഷൻസും ചെയ്യുന്നുണ്ടെന്ന് പറയുന്നല്ലോ. റൊമാൻസും അതിൽ പെടുന്ന ഒരു കാര്യമാണ്. ആളുകൾക്ക് കാണാൻ ഇഷ്ടമുള്ള സംഭവമാണ്. പൊതുവെ ആൾക്കാർക്ക് ഈ കാൽക്കൊടുത്ത് റൊമാൻസ് ചെയ്യാൻ കുറച്ച് മടിയാണ്. ഇവിടെ എങ്ങനെയാ റൊമാൻസ് ചെയ്യാൻ? അല്ല, നമുക്ക് ഇഷ്ടപ്പെടുന്ന ആളോട് നമ്മൾ എങ്ങനെ അവരെ കെയർ ചെയ്യുക. എനിക്ക് ഇഷ്ടപ്പെടുന്ന ഇപ്പോൾ ഒരു ലവർ എന്നല്ല, ഇപ്പോൾ ആസ് എ ഫ്രണ്ട് ആണെങ്കിലും എനിക്ക് അവരൊക്കെ കെയർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. കൊഞ്ചിയാണെങ്കിലും സംസാരിക്കുക. ഇപ്പം ഞാനിപ്പോൾ എൻ്റെ എല്ലാ സന്തോഷവും എൻ്റെ എല്ലാ ലവും കെയറും കൊടുക്കുന്ന അമ്പളൂനാണ്, വാവയ്ക്ക്. അവളാണ് ഇപ്പൊ അതൊക്കെ അനുഭവിക്കുന്നത്. ഞാൻ കൊഞ്ചിച്ച് വഷളാക്കി ഇങ്ങനെ കൂടെ അങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുക ആളെ. ഞാനിപ്പോ എന്താ പറയാ, പറയാൻ ലവേഴ്സും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും എനിക്ക് അത്രയ്ക്കും കെയർ ചെയ്യാനോ കൊഞ്ചിക്കാനോ ഇങ്ങനെയൊക്കെയുള്ള ആളാണ് അമ്പടും. ആളാക്കാര്യത്തിൽ ഭയങ്കര ഭാഗ്യമാണ് ആള്. എനിക്ക് കുറെ എന്താ പറയാ, ഞാൻ ഭയങ്കരമായി ഡൗൺ ആയിരിക്കുന്ന സമയത്തും എൻ്റെ അടുത്ത് വന്നിട്ട് അച്ഛാ കണ്ണച്ചാ ഇറങ്ങി കണ്ണച്ചാ വിളിക്കും, ഇറങ്ങി കണ്ണാന്ന് വിളിക്കും, ഇച്ചാച്ച വിളിക്കും. കണ്ണ എവിടെ? ഞാനൊരു പ്രാവശ്യം വീട്ടില് ഇങ്ങനെ ഡൗൺ ആയിരിക്കുന്ന സമയത്ത് പുള്ളി വന്നിട്ട് ചിരിച്ചും കാഴ്ച നിൽക്കുമ്പോൾ ഞാൻ ടോട്ടലി ആ സംഭവമേ മറന്നുപോയി. ഞാൻ ഒരു ദിവസം പാക്ക് ചെയ്ത് ഷൂട്ടിന് പോവാ. പാക്ക് ചെയ്യുന്ന സമയത്ത് ആള് അതിന്റെ മുകളിൽ കയറി വന്നിരുന്നു, ഡ്രസ്സിന്റെ മുകളിൽ. പാക്ക് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. ഞാൻ എനിക്ക് പോകണം, ഷൂട്ടിന് പോകണം, എന്നെ വിട്. എന്ത് വെച്ചാൽ സമ്മതിക്കില്ല. അവസാനം പിടിച്ച് വലിച്ച് മാറ്റി ചെയ്തിട്ടാണ് ഞാൻ ആളെ കാണാതെയാണ് ഞാൻ പാക്ക് ചെയ്തത് ഞാൻ പോണത്. അതിന്റെ പിറ്റേ ദിവസം എനിക്ക് ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞു നീ വാട്സപ്പ് നോക്കുന്നതാണ്. ഞാൻ വാട്സപ്പ് എടുത്ത് നോക്കുമ്പം ആള് ഞാൻ ലോക്ക് ചെയ്ത് എന്റെ ഡോറ് കൊട്ടുക. കണ്ണാ വാ എന്ന് പറഞ്ഞിട്ട് ആൾക്കറിയില്ല ഞാൻ പോയത്, ഞാൻ അകത്തേണ്ടതാണ്. വാ പുറത്ത് വാ എന്ന രീതിയിൽ ആൾക്കാർ ആ വീഡിയോ ഇപ്പോഴും കണ്ടിട്ടുണ്ട്. അവ തട്ടിക്കൊണ്ട് ഇങ്ങനെ വിളിക്കുക, വാ പുറത്ത് വാ, എവിടെ കാണുന്നില്ലല്ലോ, വാ പുറത്ത് വാ. അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടമായി പോയി. കാരണം ഞാൻ പറയാതെ പോയിട്ടും ആൾക്ക് എന്നോടുള്ളൊരു സ്നേഹം, കുഞ്ഞു മനസ്സൊക്കെ പറയില്ല, അതുപോലെ ആൾക്ക് ആ കാണിക്കുമ്പോഴുള്ളൊരു എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സറിഞ്ഞു പോയി. എനിക്കിപ്പോൾ ആരും ഇല്ലെങ്കിലും എനിക്ക് അമ്പടു എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. അവളെ ഞാൻ അത്രയും ഇങ്ങനെ ഇപ്പോൾ ഫ്രണ്ടാണെങ്കിലും ആരാണെങ്കിലും കെയർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് ലവേഴ്സ് ഒന്നും വേണ്ട, ലവേഴ്സിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ കുറച്ച് ആൾക്കാർ കൂടെ ഉണ്ടായാൽ മതി. ഒരുപാട് സന്തോഷം ചേട്ടാ സംസാരിക്കാൻ പറ്റിയില്ല. ചേട്ടൻ നാട്ടിൽ വന്ന് നമുക്ക് സംസാരിക്കാൻ പറ്റിയില്ല. ഇനിയും കാണണം, മിനി സ്ക്രീനിൽ മാത്രമല്ല ബിഗ് സ്ക്രീനിൽ നായകനായിട്ടും. അതെന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. ഞാൻ അവിടെ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് ഞാൻ അവിടെ എത്തും. അതിന്റെ അടുത്തൊരു വാശിയാണ്, എൻ്റെ അടുത്തൊരു ആഗ്രഹമാണ് ഒരു നായകനായിട്ടൊരു സിനിമ. അത് ഇതേപോലെ എന്താ പറയുക, വലിയൊരു ക്യാൻവാസിൽ നല്ലൊരു പടം വരണം എന്നൊരു ആഗ്രഹമുണ്ട്. വരുന്നു വിചാരിക്കുന്നു. അതിന്റെ പ്രൊമോഷനിൽ എനിക്ക് ഇന്റർവ്യൂ ചെയ്യാൻ പറ്റട്ടെ. ഞാൻ ഈ ഒരു സമയത്തില്ല, ഞാനൊരു വേറെ കാര്യം പറയാന്ന് വെച്ചാൽ, ഇപ്പൊ ഈ സൈബർ ബുള്ളിങ് ഉണ്ടായെന്ന് പറഞ്ഞല്ലോ, ആ സമയത്ത് എന്നെ കുറേ ഹെൽപ്പ് ചെയ്ത കുറേ എൻ്റെ ഫാൻസ് തന്നെ ഉണ്ട്. കുറേ ഹെൽപ്പ് ചെയ്ത കുറേ ആൾക്കാരുണ്ട്. വളരെ പേര് എനിക്ക് ഓർമ്മയില്ല, എന്നാലും കുറേ ഫാൻസുകാർ, എന്നെ ഇഷ്ടപ്പെടുന്ന കുറേ ഫാൻസുകാർ എന്നെ എന്താ പറയുക, ചേട്ടാ പോട്ടെ, നമ്മളുണ്ട് ചേട്ടൻ്റെ കൂടെ, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങളുണ്ട്, നിങ്ങളെ ഒരിക്കലും കൈവിടാതെ എപ്പോഴും നിങ്ങളെ കൂടെ ഞങ്ങളുണ്ടാവും എന്ന് പറഞ്ഞ് കുറേ ഒരു ഫാൻസ് ടീമുകളുണ്ട്. ഒരു ദിവസം എനിക്ക് ഗിഫ്റ്റ്, എൻ്റെ ബർത്ത്ഡേ സമയത്ത് എനിക്ക് ഗിഫ്റ്റ് അയച്ചെന്നൊരു പേരിലെ ലിസ്റ്റ് മൊത്തം അവർ എഴുതിയിട്ട് എനിക്ക് ആ ഫാൻസ് പേജസ് മൊത്തം തന്നായിരുന്നു. അപ്പോൾ അവരൊക്കെ ഫാൻസ് എന്ന് പറഞ്ഞാൽ ചുമ്മാ നമ്മളെ കൂടെ നടക്കാനോ അല്ലെ അവരെ കാര്യങ്ങൾ നോക്കാനോ ഉള്ള ആളല്ല. നമുക്കൊരു ബുദ്ധിമുട്ടിലും ഡൗൺ ആയിരിക്കുന്ന സമയത്ത് നമ്മളെ മൈൻഡ് ഓക്കെ ആക്കാൻ ഇവർ എന്നെ പല സമയത്ത് സഹായിച്ചിട്ടുണ്ട്. ആ ഫാൻസിനോട് 1000 നന്ദി. കാര്യം ഞാൻ പല സമയങ്ങളിലും ബുദ്ധിമുട്ടാകുമ്പോൾ നിങ്ങൾ എനിക്ക് കുറേ എന്താ പറയുക ആത്മവിശ്വാസവും മുന്നോട്ട് പോകാനുള്ള ഒരു കുറേ എന്താ പറയുക എന്നെക്കൊണ്ട് പറ്റും എന്നുള്ളതൊക്കെ നിങ്ങളായിട്ട് എന്നെ പറഞ്ഞ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, അവരായിട്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പം ഞാൻ ചില സമയത്തൊക്കെ ഞാൻ വെക്കണം ഇനി മുന്നോട്ട് പോയിക്കാൻ ശരിയാവില്ല എന്നൊക്കെ ചിന്തിക്കുന്ന സമയത്ത് അവർ പറയും, അരുൺ ചേട്ടാ നിങ്ങളെ കൊണ്ട് പറ്റും, നിങ്ങളൊന്നും നോക്കണ്ട, നിങ്ങൾക്ക് എന്ത് നെഗറ്റീവ് വന്നാലും നിങ്ങൾ അതൊക്കെ മാറ്റി പറയിക്കും, അത് ഞങ്ങൾക്ക് ഉറപ്പാണ്. പഴയ പോലെ ഒരു നെഗറ്റീവ് ഇല്ലാതെ നമ്മൾ പല കാര്യങ്ങളും റിയൽ ലൈഫിലെ ക്യാരക്ടറും അതൊരു സീരിയലിൽ കാണുന്ന ക്യാരക്ടറും ഒരുപോലെയാണ് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പം അതിലൊരു ഡ്രൈവറാണ് സീരിയലിൽ. റിയൽ ലൈഫിൽ ഇപ്പം ഒരു ആർക്കിടെക്റ്റ് ആണെങ്കിൽ കൂടെ നമുക്കിപ്പം വരുമാനം ഇല്ലാത്ത സമയത്ത് നമ്മൾ പല ജോലികൾ ചെയ്യുന്ന ആളുകളുണ്ട്. അങ്ങനെ എപ്പോഴെങ്കിലും ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? അതിൽ ഞാനും സച്ചിനും തമ്മിൽ നല്ല ബന്ധമുണ്ട്. കാര്യം സച്ചി ക്യാരക്ടറിൽ ആളൊരു ടാക്സി ഡ്രൈവറാണ്.
അപ്പം ഞാൻ എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ആർക്കിടെക്റ്റ് ആയിരുന്നു. എനിക്കത് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, ഷൂട്ടും കാര്യമൊക്കെ കൊണ്ട് എനിക്ക് ഒരു പ്രോപ്പർ ഒരു മന്ത്ലി ഒരു സ്ഥലത്ത് ജോലി ചെയ്യാൻ പറ്റില്ല. എനിക്ക് ആ ജോലി ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ചൂസ് ചെയ്ത അടുത്തൊരു ജോലി, എനിക്ക് ഷൂട്ടും വേണം, എനിക്ക് എൻ്റെ കെയർ വേണം. അപ്പം കൂടെ എനിക്ക് ചെയ്യാൻ പറ്റിയൊരു ജോലി എന്ന് വെച്ചാൽ ഞാനൊരു ടാക്സി ഡ്രൈവർ കൂടിയായിരുന്നു. അപ്പം സച്ചിൻ ഞാൻ തമ്മിൽ ആ ഒരു കാര്യത്തിൽ കണക്റ്റഡാണ്. എല്ലാ ഷൂട്ടിന് പോകുന്ന സമയത്ത് ഷൂട്ടിന് പോകും, എല്ലാ സമയത്ത് ആളുടെ കൂടെ ഡ്രൈവറായിട്ട് ഡെയിലി ലൈഫ് അങ്ങനെ അങ്ങനെ ആണ് ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത്. അതിൽ മെയിൻ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ആ ജോലി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഫസ്റ്റ് പോകുന്നത് എറണാകുളത്തപ്പൻ ടെമ്പിൾ, നമ്മളെ കോടതിയൊക്കെ അടുത്ത്. ഞങ്ങൾ ആദ്യം അവിടെ കയറിയിട്ട് എന്നും ഞങ്ങൾ വർക്കിൻ്റെ കാര്യത്തിൽ പോകാറുണ്ട്. അപ്പോൾ എന്നും ഞാൻ അവിടെ പോയിട്ട് 3-4 കാര്യങ്ങൾ എന്നും, അതായത് ഈ ഒരു പൊസിഷനിൽ എത്തുന്ന വരെ, ഈ സീനിൽ കിട്ടുന്ന വരെ എൻ്റെ മനസ്സിൽ അമ്പലത്തിൽ പോകുന്ന സമയത്ത് ഉള്ളൊരു പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എനിക്കത് എന്നും ബൈ ഹാർട്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസമാണ് ഈ ഒരു പ്രൊജക്റ്റ് എനിക്ക് വരുന്നതും. അതിനുശേഷം ഞാൻ ജോയിൻ ചെയ്ത് തിരിച്ച് ഈ സെയിം അമ്പലത്തിൽ വന്നിട്ട് ഞാൻ പോയി പ്രാർത്ഥിച്ച് പറഞ്ഞു, യെസ്, ഞാൻ കഷ്ടപ്പെട്ടതിന്, ഞാൻ പറഞ്ഞതിന് എനിക്ക് തിരിച്ചു തന്നു. അതിന് ഞാൻ എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരു രീതി, ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന ഒരു കാര്യം അവിടെ ചെയ്യാമെന്നും പറഞ്ഞു. ഞാൻ അത് ചെയ്തും കൊടുത്തു. ഈ കഥ പറയുമ്പോ സീരിയലില് സെയിം കഥ റിയൽ ലൈഫിലുണ്ടല്ലോ, ഇങ്ങനെ പറയുമ്പോഴാണ് കണക്ട് ആണ്. ഈ കഥ കേൾക്കുമ്പോ ശരിക്കും അങ്ങനെ തോട്ട് പോയിട്ടുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും ഞാൻ വന്ന് ജോയിൻ ചെയ്ത് ടാക്സി ഡ്രൈവറാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചിന്തിക്കുന്നതാ, ഈശ്വര, ഞാൻ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത് ഈ ജോലി ആയിരുന്നല്ലോ. എനിക്ക് എൻ്റെ ഡേ ലൈഫ് ഒരു ബുദ്ധിമുട്ടില്ലാതെ നിന്ന് പോകാതെ പോകണമെങ്കിൽ എന്നാൽ ഇത് ഞാൻ എടുത്തൊരു ജോലി ഇതായിരുന്നല്ലോ, ഇത് തന്നെ എനിക്ക് ലൈഫിലും വന്നു. അപ്പം എനിക്ക് എന്താ പറയുക, കുറേയൊക്കെ എനിക്ക് വേണ്ടി എഴുതി വെച്ചതാണോ ചെമ്പനി പൂവ് എന്ന് എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്. പലപ്പോഴും അമ്മ പറയാറുണ്ട്, ഈ ചെമ്പനി പൂവിലെ പല കാര്യങ്ങളിലും നീ അവിടെ ചെയ്യുന്ന കാര്യങ്ങളും നീ അഭിനയിക്കേണ്ട മോനെ, അതുപോലെ നിന്നാൽ മതി. കാരണം കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് റിലേറ്റബിളാണ്. സോ പ്രൗഡ് ഓഫ് യു. കാരണം ലൈഫിൽ ഇപ്പം നമുക്കൊരു ഇഷ്ടമുണ്ട്, നമ്മൾ പല ജോലികളും ചെയ്യുന്നത്. ഇന്നത്തെ കാലത്ത് കുട്ടികൾ ഒരുപാട് പേര് അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, അവർക്ക് പറയാൻ മടിയാണ്. പക്ഷെ ഇങ്ങനെ ഓപ്പണായിട്ട് പറയുമ്പോൾ നമ്മളെ കാര്യങ്ങളൊക്കെ നമ്മൾ ഓപ്പണായി സംസാരിക്കണം. നമ്മൾ എന്താണോ, നമ്മൾ കടന്നു വന്ന വഴികൾ എന്താണോ നമ്മൾ ഓർക്കണം. ആ ഒരു സ്പാർക്ക് എന്നും നമ്മൾ കൂടെ കൂട്ടുകയും വേണം. എന്നിരുന്നാൽ നമുക്ക് ഈ മുന്നോട്ടും നമുക്ക് നാളെ എല്ലാം അച്ചീവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അത് ട്രൈ ചെയ്താൽ കിട്ടും എന്നുള്ളൊരു ഈ ഒരു ഏറ്റവും വലിയൊരു കാര്യം ബാക്കിലിരിക്കുമ്പോൾ ഒരിക്കലും ഡൗൺ ആയി പോകില്ല. ഡൗൺ ആയാലും ഞാൻ ഡൗൺ ആവാറുണ്ട്, എപ്പോഴും ഇടയ്ക്ക് ഞാൻ ഡൗൺ ആവാറുണ്ട്. അപ്പം ഞാൻ ചിന്തിക്കും, ഞാൻ ഇങ്ങനെയൊക്കെ സ്ട്രഗിൾ ചെയ്ത് വന്നതല്ലേ, എനിക്കിങ്ങനെ നിന്നാൽ പോരാ, എനിക്ക് കയറി വരണം എന്ന് ഞാൻ ചിന്തിക്കാനുള്ള എനിക്ക് മെയിൻ എൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഇങ്ങനത്തെ കുറേ കാര്യങ്ങളാണ്. എനിക്ക് ലൈഫിൽ കുറേ കാര്യങ്ങൾ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിലും, പക്ഷെ ഇങ്ങനത്തെ എൻ്റെ പേഴ്സണൽ ലൈഫിൽ എനിക്ക് അച്ഛൻ, അമ്മ, ചേട്ടന്മാർ എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടെങ്കിലും, പക്ഷെ ഞാനെന്ന് പറയുന്ന ഒരു പേഴ്സണിൽ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കുറേ കാര്യങ്ങളിൽ ഒറ്റയ്ക്കായി പോകുന്ന കുറേ ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും എൻ്റെ വീട്ടുകാരറിയാത്ത പല ബുദ്ധിമുട്ട് വന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അതിലൊരു ഏറ്റവും വലിയ സിറ്റുവേഷനാണ് ഈ ഫുഡ് പോലും കഴിക്കാൻ പറ്റുന്ന അവസ്ഥ. എൻ്റെ ഫാമിലി പലരും ചോദിക്കും, നിനക്ക് ഇത്രയും വലിയ ലൈഫും കാര്യങ്ങളും എൻ്റെ വീട്ടുകാരും ഒക്കെ ഇല്ല, നിനക്ക് ഫുഡ് കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ വരിക നിനക്കോ? അന്ന് ഞാൻ ഈ ഫുഡ് കഴിക്കാൻ പറ്റാത്ത ഒരാൾ പോയി, ഞാൻ നടക്കുന്ന പറഞ്ഞാൽ നല്ല കളർ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഞാൻ പോകും. ആൾക്കാർ വിചാരിക്കും അവൻ്റെ പോക്കറ്റ് കിടക്കുക, പൈസ കിടക്കുക എന്ന് വിചാരിക്കും. പക്ഷെ എനിക്ക് അറിയും ആ പോക്കറ്റിൽ ഒന്നുമില്ല, ഒരു സാധനമില്ല. കാണുന്ന ആ ഒരു എന്തെങ്കിലും ഉണ്ടെങ്കിലേ ഉള്ളൂ, അല്ലാതെ എൻ്റെ കയ്യിൽ ഒന്നുമില്ല. ബിഗ് സീറോ ആയിരുന്നു. ഈ കൊച്ചിയിൽ ഇങ്ങനെ ജോലിക്ക് വേണ്ടി വരുമ്പോഴേ, അതായത് ഇഷ്ടപ്പെട്ട പാഷൻ പോലെ സിനിമയിൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒത്തിരി ആളുകളെ പെട്ടുപോകുന്നത് ചിലപ്പോൾ തെറ്റായ ഓഡീഷനിൽ പോകും, പേയ്മെന്റ് അങ്ങോട്ട് കൊടുത്ത് സിനിമയിൽ എത്താൻ വേണ്ടി പറയും. അവസരം ഇപ്പൊ റെഡിയാണെന്ന് പറഞ്ഞാൽ അവിടെ ആഗ്രഹിച്ചു പോയിട്ട് അവിടെ അങ്ങനെ ഒരു ക്യാരക്ടറേ ഉണ്ടാവില്ല. അങ്ങനെ എന്തെങ്കിലും പറ്റിക്കപ്പെട്ടിട്ടുണ്ട്? ഇപ്പം പ്രിയദർശൻ സാറിന്റെ ഒരു പടം ഉണ്ടായിരുന്നു, പെട്ടെന്ന് എനിക്ക് ആ പേര് ഓർമ്മ കിട്ടുന്നില്ല. നമ്മുടെ ഷെയ്ൻ നിഗം പോലീസ് ഓഫീസർ ആയിട്ടുള്ള ഒരു പടമായിരുന്നു. അതിൽ ഷൈംടോൺ ചാക്കോ ഒക്കെ ഉണ്ട്, സിദ്ദിഖ് സാർ അതിൻ്റെ മെയിൻ ലീഡ്. അതിൽ ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു എനിക്ക്. ആ ക്യാരക്ടർ ഓക്കെ ആണെന്നൊക്കെ പറഞ്ഞ് വിളിച്ചു ചെയ്തു. അത് ഔട്ട് വരുമ്പം അതില്ല, ആ ഭാഗമേ ഇല്ല. നമ്മൾ അത്രയും ക്യൂരിയോസിറ്റി 10 പേരെ പറഞ്ഞിട്ട് നിൽക്കുക, കയറിക്കോ, തിയേറ്റർ കയറിക്കോ, നമ്മളെ സീൻ വരും, ഇന്ന സമയത്ത് എന്നെ സീനുണ്ട്, നല്ല സീനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇല്ല, അത് കുറേ ആൾക്കാർക്ക് ഉണ്ടായിട്ടുണ്ട്. ഇതേപോലെ ഉണ്ടായ വേറൊരു കാര്യം, ഓക്കെ ഷൂട്ട് ഓക്കെയാണ്, നീ ഒരു ഹീറോ ആയിട്ട് ഒരു സിനിമ, തമിഴ് ക്രൂ ആയിരുന്നു, സെലക്ട് ചെയ്തു, എല്ലാം കഴിഞ്ഞു, പൂജയൊക്കെ കഴിഞ്ഞു,
ഭയങ്കര ആഡംബരമായിട്ടുള്ള പൂജയൊക്കെ നടത്തി. അത് പിന്നെ ഷൂട്ട് നടന്നു, നമ്മളെ വിളിച്ചില്ല. പക്ഷെ നമുക്കത് വലുതാ. അതൊന്നും വലിയ സംഭവമാണ്. ഇതേപോലെ തന്നെ ഒരു തമിഴ് പടം എനിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. അത് മെയിൻ ലീഡ് ഹീറോ ആയിട്ട് ഒക്കെ നടന്നു, എല്ലാം ചെയ്ത് ഫ്ലെക്സ് വരെ അടിച്ച് സെറ്റപ്പ് ഒക്കെ എല്ലാവരും ചെയ്തു. അന്ന് പൂജയൊക്കെ നടത്തി. പിന്നെ ഒരു 10 ദിവസം കഴിയും ഷൂട്ട് തുടങ്ങാന്നൊക്കെ പറഞ്ഞ് ഞാൻ ചെന്നൈയിൽ തിരിച്ചു വന്നു. അത് ഞാനൊരു ഹിന്ദി ഒരു ആഡ് ചെയ്ത് ആലപ്പിയിൽ നിന്ന് ഞാൻ ചെന്നൈയിൽ പോയി. ആ പൂജ കഴിഞ്ഞ് തിരിച്ച് വന്നു. വീട്ടിലൊക്കെ പറഞ്ഞു സിനിമയായി. ഞാൻ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വിശ്വസിച്ചു. പൂജ കഴിഞ്ഞിരിക്കുക, ഇനിയിപ്പോൾ നായകനായിട്ട് കയറാമല്ലോ, തമിഴെങ്കിൽ തമിഴ് എന്ന രീതിയിൽ നിൽക്കുമ്പോൾ 10 ദിവസം കഴിഞ്ഞിട്ടും ഷൂട്ട് നടക്കില്ല. പിന്നെ കുറേ കഴിയുമ്പോൾ ആ ഡയറക്ടറിനെ വിളിച്ച് ചോദിക്കുക, നീ ഇങ്ങനെ പേയ്മെൻറ്റ് തരുവാണെങ്കിൽ നിനക്കതിൽ നീ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് ചെയ്യാം, നമുക്ക് ആ പ്രൊജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു. അന്നത്തെ ഒരവസ്ഥയിൽ എനിക്ക് എന്നെ നോക്കാൻ പോലും പറ്റുന്നില്ല. എന്താ ഞാൻ എങ്ങനെയാണ് ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യാൻ? കാരണം എന്നെ കഷ്ടപ്പെട്ട് വരുമ്പോൾ ഇപ്പോൾ ഇതേപോലെ പല ആൾക്കാർക്കും വന്നിട്ടുണ്ടാവും, അനുഭവം ഉണ്ടാവും. കയ്യിൽ നിന്ന് പൈസ കൊടുത്തു കഴിഞ്ഞാൽ പടം പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ആ പ്രൊജക്റ്റ് ഉള്ളൂ. അതിനുവേണ്ടി പല ആൾക്കാരും അബദ്ധത്തിൽ പോയി ചാടിയ ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒന്നും എടുത്തു ചാടിയിട്ടൊന്നുമില്ല. ഞാൻ വിചാരിച്ചു എനിക്കുള്ള ടൈം വരും, ഒരു ദിവസം നിനക്കത് കിട്ടും. അത് എത്ര വെയിറ്റ് ചെയ്താലും. പണ്ട് ടോവിച്ചേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, 1 വർഷമോ 10 വർഷമോ കുറേ വർഷം എടുത്താലും വരും, ഒരു ദിവസം വന്നിരിക്കുക. നിങ്ങളോടൊക്കെ പുതിയ തലമുറയോടോ അല്ലെങ്കിൽ ഈ വരുന്ന സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരോടൊക്കെ പറയേണ്ട ഒറ്റ കാര്യമുള്ളൂ, വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട ഒരു ടൈം വന്നിരിക്കും. അത് നിങ്ങളെ വെയിറ്റ് ചെയ്തൊരു നിങ്ങൾ എത്ര സ്ട്രഗിൾ ചെയ്യുന്നോ അതിനനുസരിച്ച് നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് ഉറപ്പായിട്ട് വന്നിരിക്കും. അതിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അതാണ് സെറ്റ്. ഓക്കെ.